അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എന്താ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അല്ലേ. നമ്മൾ സദ്യയൊക്കെ കഴിച്ച് രാവിലത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പൂക്കളം ഇടുന്നത്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സദ്യ കൊണ്ട് മയങ്ങി എണീറ്റിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ നമ്മളെടുത്ത ക്ലിപ്സ് കാര്യങ്ങളെല്ലാം പിന്നാലെ നമ്മൾ ഓണത്തിൻ്റെ നമ്മുടെ കുറച്ച് വിശേഷം. പിന്നെ ഈ ഓണത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഓണത്തിൻ്റെ പ്രത്യേകതയല്ല, ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിട്ട് ഇന്നത്തേക്ക് ഓരോ വർഷം ആകുന്നു. ഹാപ്പി ആനിവേഴ്സറി. താങ്ക്സ്. അപ്പോൾ അതാണ് ഈ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല, വീഡിയോസ് കണ്ട് അഭിപ്രായം പറയും. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് നമ്മൾ അന്ന് എടുത്ത കുഞ്ഞു കുഞ്ഞു ക്ലിപ്സുകൾ ആഡ് ചെയ്തിട്ട് ഉള്ള വീഡിയോ ആണ്. അപ്പോൾ അത് നമ്മൾ എന്നാ പോസ്റ്റ് ചെയ്യാമെന്നറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരിക പൂക്കളം, അതുപോലെ തന്നെ ഓണസദ്യ, ഓണക്കോടി, ഇതൊക്കെയല്ലേ ഉള്ളിൽ വരിക. അപ്പോൾ ഓണപ്പൂക്കളം റെഡിയാക്കാനായിട്ട് ഞാനും അമ്മയും അമ്മമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നു. ഞാനാണ് പൂക്കളായിട്ട്, പക്ഷെ അമ്മ എനിക്ക് എല്ലാ പൂവും എല്ലാം സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഓണപ്പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും വരിക എന്താ, പണ്ട് നമ്മൾ പൂ പറിക്കാൻ പോകുന്നതും അതൊക്കെയാണല്ലേ. നമ്മൾ അയ്യോ എവിടേക്കൊക്കെ കയറി പറിക്കും, എല്ലാവർക്കും അങ്ങനത്തെ ഒരു നൊസ്റ്റാൾജി എന്തായാലും ഉണ്ടാവും. അതിനിടയ്ക്ക് കണ്ണേട്ടൻ എണീറ്റ് വന്നു. പിന്നെ കണ്ണേട്ടനും എൻ്റെ കൂടി. അങ്ങനെ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം എൻ്റെ ഒരു തട്ടിക്കൂട്ട് ഓണപ്പൂക്കൾ അങ്ങനെ റെഡിയായി. ഓണപ്പൂക്കൾ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ കമൻറ്റ് അടിക്കാൻ കാണാനായിട്ട് ഒരിക്കലും മറക്കാറില്ല. അത് മാത്രം കാണാനായിട്ട് സൂപ്പറായിട്ട് ചെയ്യും. അങ്ങനെ എന്തൊക്കെയോ എന്നെ കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഒരുക്കിയിട്ട് ഞാൻ വേഗം റെഡി ആവാൻ പോയി. ഞങ്ങൾക്ക് അമ്പലത്തിലോട്ട് പോകണമായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഫൈനൽ ഓണം പൂക്കളം. അതിൽ അമ്മ വിളക്ക് കത്തിച്ച് വെച്ച് സൂപ്പറായിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് വിട്ടു. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് ഞങ്ങൾ തിരിച്ചിറങ്ങി. അമ്പലത്തിൽ പതിവില്ലാത്ത തിരക്കുണ്ടായിരുന്നത്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ശരിക്കും ത്രിമധുരം എന്നൊക്കെ പറയില്ലേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഉണ്ടായിരുന്നത്. അതായത് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി, ഫസ്റ്റ് ഒരുമിച്ചുള്ള ഓണം, പിന്നെ ഞങ്ങൾക്കിടയിൽ ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ. നമുക്ക് കുറേ വിഷസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് നമ്മൾ മാക്സിമം റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോറി. എല്ലാവർക്കും കുറേ താങ്ക്സ്. അങ്ങനെ ഞങ്ങൾ പഴംനുറുക്കും പപ്പടും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഞാൻ പേഴ്സണലി പപ്പടത്തിൻ്റെ വലിയ ഫാൻ, ഞാനും അമ്മയും. അയ്യോ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലെ ഏറ്റവും കൂടുതൽ പപ്പടം കഴിക്കാം. കണ്ണേട്ടനൊന്നും കഴിക്കില്ല, പക്ഷേ എനിക്ക് കണ്ണേട്ട പപ്പടം കിട്ടും. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഉച്ചത്തെ വലിയ ഗംഭീര സദ്യയിലേക്ക് കടന്നു. എല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കിയതാട്ടോ. അമ്മയും അമ്മമ്മയും ചേർന്ന് ഉണ്ടാക്കിയത്, കൂടുതലും എസ്പെഷ്യലി അമ്മയാണ്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ അമ്മമ്മ. പിന്നെ ഞങ്ങൾ സദ്യ ഇട്ടു. നല്ല സൂപ്പർ ടേസ്റ്റി സദ്യയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മാത്രം ഉണ്ടാ പോരല്ലോ, ഞങ്ങളുടെ കുഞ്ഞി പാണ്ടനും കൂടെ കഴിക്കണ്ടേ. അങ്ങനെ അവനും ഞങ്ങൾ സദ്യ കൊടുത്തു. അവൻ ഞങ്ങൾ ഇലയിൽ വെച്ച് തന്നെ ഇല കൊടുത്താൽ അവൻ അതെന്തായാലും കടിച്ച് കീറിയിടും. അത് കാരണം ഇങ്ങനെ കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.